ഹലോ ഫ്രണ്ട്സ്, SRG വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് ചക്കച്ചുള നേരത്തെ തന്നെ ചുളപ്പേർത്ത് വെച്ചതാണ്. ചുളപ്പേർത്ത് ചെറിയ ഡപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചക്കച്ചുളയെല്ലാം കുരു കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഏകദേശം എല്ലാം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ചക്കച്ചുളയും ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ കുക്കറിലേക്ക് എല്ലാം അതുപോലെ വാരിയിട്ട് കൊടുത്ത് നന്നായി പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഒരുവിധമൊക്കെ പഴുപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം ഒരു 1/4 ഗ്ലാസിൻ്റെ അത്രയും കൂടെ അല്ല, വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് അടുക്കി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ചക്ക. അതിന് ശേഷം കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനൊരു ശർക്കര പാനിയാക്കുന്നില്ല, ഒരു 4 കട്ട ശർക്കരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു 4 കട്ട ശർക്കര ഇട്ട് കൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത് കേട്ടോ. മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 വിസിൽ വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കയ്ക്ക് 2 വിസിൽ വന്നു. നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉടയണം. നമുക്ക് കുത്തി അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഞാൻ നന്നായി ഇടിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഏകദേശം നന്നായി ഉടയുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഒരുവിധം നല്ലോണം ചെറിയ പീസുകളാക്കില്ല, എങ്കിലും ഒരുവിധം 2 പീസാക്കിയിട്ടല്ലേ കട്ട് ചെയ്ത്, അതുകൊണ്ട് ഇത്തിരി നാര് പോലെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നന്നായി ഉടച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ് നന്നായി ഉടച്ചപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് അല്ലേ, അതൊന്നുകൂടെ അടുപ്പിൽ ഒന്നും കൂടെ തിളയ്ക്കുമ്പോൾ ശരിയാവും. നമുക്കിതിലേക്ക് ഒരു ചെറിയ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കണം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ കളറൊക്കെ ശരിയാവും കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നല്ല അടിപൊളി മണമാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ തിളയ്ക്കുമ്പോൾ നല്ല ഒരു കളറിന് ചെറിയൊരു ചേഞ്ചൊക്കെ വരുന്നില്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ല പറഞ്ഞാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുറേ ഒരാഴ്ചയൊക്കെ കേട് വരാതിരിക്കും കേട്ടോ. നമ്മളധികം അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് കേടുവരാതെ കിട്ടും. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലക്കായ ഞാൻ ഒരുവിധം ചതയ്ക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തിളച്ചപ്പോൾ കളർ മാറിയില്ലേ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചക്കപ്പഴം കൊണ്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാൻ ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ആദ്യം ഇട്ടൊന്ന് ചെറിയൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കളർ ഒന്ന് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യിൻ്റെ മണമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണം വരും. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങി. നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ആപ്പം ഉണ്ടാക്കുന്ന പാത്രമാണ് ഇട്ടത്. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക.
ഞാൻ നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മണം വരും, നല്ല മണമാണ്. ചക്കപ്പഴം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഞാൻ ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ചക്കപ്പഴം കൊണ്ടുള്ള പായസം എന്താ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.